ഹലോ ഫ്രണ്ട്സ്, ഫൺ ടൈം ലേണിങ്ങിൻ്റെ ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ യൂണിറ്റ് 7 സംഖ്യകൾക്കുള്ളിൽ 4ാം ഭാഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചില അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതുക എന്ന പ്രവർത്തനത്തിൻ്റെ തുടർച്ച നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഈ 14 എന്ന സംഖ്യ 28നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 14 കിട്ടി. 14 എന്ന സംഖ്യയെ നമുക്ക് ഹരിക്കാൻ സാധിക്കുന്നത് 2 കൊണ്ടാണോ 7 കൊണ്ടാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് 7 കിട്ടുന്നു. 14 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 7 കിട്ടുന്നു. അപ്പോൾ നമുക്ക് 28നെ 2 × 2 × 7 എന്ന് എഴുതാം. ഇതിൽ ക്രമത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. അതായത് 2 × 2 × 7 എന്നുള്ളത് 7 × 2 × 2 എന്നോ മറിച്ചോ ഏത് ക്രമത്തിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇതേ രീതിയിൽ നമുക്ക് 30നെ ഘടകക്രിയ ചെയ്ത് നോക്കാം. ഇവിടെ 30നെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ 2, 3, 5 എന്നിവയിൽ ഈ ഏത് സംഖ്യ ഉപയോഗിച്ച് വേണമെങ്കിലും 30നെ ഹരിക്കാവുന്നതാണ്. 2 30ൻ്റെ ഘടകമാണ്, 3 30ൻ്റെ ഘടകമാണ്, 5 30ൻ്റെ ഘടകമാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഹരിക്കാൻ കഴിയുന്ന 5 ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ഹരിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് 6 കിട്ടുന്നു. 6നെ നമുക്ക് 2, 3 എന്നീ സംഖ്യകളിൽ ഏത് സംഖ്യ കൊണ്ട് വേണമെങ്കിലും ഹരിക്കാവുന്നതാണ്. അപ്പോൾ ഞാനതിനെ 3 കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കിട്ടുന്നു. 30 എന്ന സംഖ്യയെ 5 × 3 × 2 എന്ന് നമുക്ക് ഘടകക്രിയ ചെയ്ത്, അതായത് അഭാജ്യ ഘടകങ്ങളായി പിരിച്ച് എഴുതാവുന്നതാണ്. ഇനി അടിസ്ഥാന ഘടകങ്ങൾ 252നെ നമുക്ക് ചെറിയ സംഖ്യകൾ എഴുതാൻ നമ്മൾ പഠിച്ചു. കുറച്ചുകൂടി വലിയ സംഖ്യകളെ എങ്ങനെയാണ് നമ്മൾ എഴുതുക എന്നാണ് പരിചയപ്പെടുന്നത്. ഇവിടെ 1ൻ്റെ സ്ഥാനത്തെ അക്കം ഇരട്ട സംഖ്യയാണ്. അതായത് 252 2 എന്ന അക്കം ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് അത് 2 ഘടകമാണ്. നമുക്ക് 252നെ 2 കൊണ്ട് ഹരിച്ച് നോക്കാം. അപ്പോൾ 126 കിട്ടുന്നു. 126ൻ്റെ 1ൻ്റെ സ്ഥാനത്ത് 6ആണ്. അതുകൊണ്ട് അതിൻ്റെയും ഒരു ഘടകമായിട്ട് വരും 2. അതുകൊണ്ട് നമുക്ക് 2 × 63 എന്ന് എഴുതാം. അപ്പോൾ 63 കിട്ടുന്നു. 63ൻ്റെ അക്കത്തുക 6 3 കൂടി കൂട്ടിയാൽ 9 കിട്ടും. അപ്പോൾ അത് 69ൻ്റെ ഘടകമാണ് 3 എന്ന് പറയാം. അപ്പോൾ നമുക്ക് 63 = 3 × 21 എന്ന് എഴുതാം. 21നെ 7 × 3 എന്ന് എഴുതാം. ഇത് ഹരണ രൂപത്തിൽ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ 22നെ ഘടകക്രിയ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടിസ്ഥാന ഘടകങ്ങളായിട്ട് എഴുതുമ്പോൾ എന്തെല്ലാം ക്രിയകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പരിശോധിക്കുക. 252നെ നമ്മൾ ആദ്യം 2 കൊണ്ട് ഹരിക്കുന്നു. കാരണം എന്താണ്? ഇവിടെ ഈ 252 എന്ന് പറയുന്ന സംഖ്യ അവസാനിക്കുന്നത് 2-ലാണ്. അതുകൊണ്ട് അത് 2ൻ്റെ ഗുണിതമായിരിക്കും, അല്ലെങ്കിൽ 252 ഘടകമായിരിക്കും 2. 126 കിട്ടുന്നു. 126നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുന്നു. 63നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ അത് മറ്റ് ചില ടെക്നിക്സ് ഉപയോഗിക്കുന്നു. മറ്റ് ചില ടെക്നിക്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് 3ൻ്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാനുള്ള രീതി അക്കങ്ങൾ കൂട്ടി നോക്കുക. അത് 3ൻ്റെ ഗുണിതമാണെങ്കിൽ 63 3ൻ്റെ ഗുണിതമായിരിക്കും. 6 3 9 9 3ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് 63 3ൻ്റെ ഗുണിതമാണ്. അങ്ങനെ 3 കൊണ്ട് നമ്മൾ ഹരിച്ച് 21 കിട്ടി. നമുക്ക് 21 3ൻ്റെ ഗുണിതമാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഈ 2 1 കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 3 ആണ്. അപ്പോൾ 3 3ൻ്റെ ഗുണിതമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് 21 3ൻ്റെ ഗുണിതമായിരിക്കും. അപ്പോൾ 3 കിട്ടുന്നു. 7ൽ നിന്ന് തുടർന്ന് ഹരണം സാധ്യമല്ല. കാരണം അതൊരു അഭാജ്യ സംഖ്യയാണ്. അഭാജ്യ സംഖ്യയെ തുടർന്ന് ഘടകങ്ങളായി എഴുതാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമുക്ക് 252 = 2 × 2 × 3 × 3 × 7 എന്ന് പറയാം. ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യകളെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതൂ എന്നാണ് പറയുന്നത്. 145നെ ഇതുപോലെ നമുക്ക് പരിശോധിക്കാം. 145നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് ആലോചിക്കുക. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ തന്നെ പറയുക. ഇവിടെ തീർച്ചയായിട്ടും 145നെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുകയില്ല. കാരണം എന്താണ്? ഒറ്റയുടെ സ്ഥാനത്ത് ഇരട്ട സംഖ്യ അല്ലെങ്കിൽ 0 വരണം 2 കൊണ്ട് ഹരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ സാധ്യമല്ല. ഇനി നമുക്ക് എന്താ പരിശോധിക്കുന്നത്? 3 കൊണ്ട് സാധിക്കുമോ എന്ന് പരിശോധിക്കാം. ഇങ്ങനെയാണ് 3 കൊണ്ട് സാധിക്കുമോ എന്ന് പരിശോധിക്കുക. അവിടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കുക. 5 1 6 6 4 10 10ആണ് കിട്ടുക. 10 3ൻ്റെ ഗുണിതമാണോ? അല്ല. അതുകൊണ്ട് 145ഉം 3ൻ്റെ ഗുണിതമായിരിക്കില്ല. അപ്പോൾ നമുക്ക് 5ആണ് എടുക്കാൻ കഴിയുക. കാരണം എന്താണ് 5 എടുക്കാൻ കഴിയുന്നതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ 5ആണ്. അതിൻ്റെ അർത്ഥം അത് 5ൻ്റെ ഗുണിതമാണ് എന്നാണ്. ഹരിക്കുമ്പോൾ നമുക്ക് 29ആണ് കിട്ടുക. ഇനി 29നെ എന്തുകൊണ്ടാണ് നമുക്ക് ഹരിക്കാൻ കഴിയുക? 29നെ 2 കൊണ്ട് സാധിക്കുകയില്ല, 3 കൊണ്ടും സാധിക്കുകയില്ല. നമുക്കത് 29 എന്ന് തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ നമുക്ക് 145 = 5 × 29 എന്ന് ചുരുക്കി എഴുതേണ്ടതായിട്ട് വരും.
നമുക്ക് ഒരെണ്ണം കൂടി ഇതേ രീതിയിൽ തന്നെ പരിശോധിക്കാം. 168. നിങ്ങൾ പറഞ്ഞോളൂ, 168നെ ഏത് സംഖ്യ കൊണ്ട് ഹരിക്കുകയാണ് എളുപ്പമായിരിക്കുക? തീർച്ചയായിട്ടും 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കും നമുക്കതിനെ. അപ്പോൾ നമുക്ക് 84 എന്ന സംഖ്യ കിട്ടും. 84നെ ഏത് സംഖ്യ കൊണ്ട് ഹരിക്കും നമ്മൾ? ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് അത് 4 എന്നുള്ളത് കൊണ്ട് നമുക്ക് 2 കൊണ്ട് ഹരിക്കാവുന്നതാണ്. 42, വീണ്ടും 2, 21, വീണ്ടും 2 സാധിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 21 2ൻ്റെ ഗുണിതമാണോ അല്ലെങ്കിൽ 21ൻ്റെ ഘടകമാണോ 2? തീർച്ചയായിട്ടുമല്ല. കാരണം ഒറ്റയുടെ സ്ഥാനത്ത് 1 ഇവിടെ വന്നിരിക്കുന്നത്. ഇരട്ട സംഖ്യയോ 0 ആണെങ്കിൽ 2ൻ്റെ ഗുണിതമായിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഹരിച്ച് നോക്കാം. നമുക്ക് 7 കിട്ടുന്നു. അപ്പോൾ 168 സമം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് നമുക്ക് കിട്ടുന്നു. നമുക്ക് 210 ഇതേ രീതിയിൽ തന്നെ പരിശോധിച്ച് നോക്കാം. 210 2 കൊണ്ട് ഹരിക്കുന്നു 105, 5 കൊണ്ട് ഹരിക്കുന്നു 21, 3 കൊണ്ട് ഹരിക്കുന്നു 7. അപ്പോൾ 210 സമം 2 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് കിട്ടുന്നു. നമുക്ക് ഇതിനെ മറ്റൊരു രീതിയിലും ചെയ്തു നോക്കാം. ഇവിടെ 210 എന്നുള്ള സംഖ്യയെ നമുക്ക് നേരത്തെ 2 കൊണ്ടാണ് നമ്മൾ ഹരിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത് അതിനെ 3 കൊണ്ട് ഹരിക്കാനാണ്. ഇവിടെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമെന്ന് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്തുക? ഇവിടെ 210ലെ അക്കങ്ങൾ മുഴുവനും കൂട്ടി നോക്കുക. 2 + 1 + 0 3 കിട്ടുന്നു. ആ 3ൻ്റെ ഗുണിതമായതുകൊണ്ട് 210 3ൻ്റെ ഗുണിതമായിരിക്കും. നമുക്ക് കിട്ടുന്നത് 70 ആണ്. 70നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് 35 കിട്ടുന്നു. 5 കൊണ്ട് ഹരിക്കുന്നു 7 കിട്ടുന്നു. അപ്പോഴും നമുക്ക് ഇതേ അക്കങ്ങളൊക്കെ തന്നെയാണ് കിട്ടുന്നത്. 3 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 7 എന്നുള്ള രീതിയിലാണ്. ഇവിടെ 2 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട് എന്ന്. അപ്പോൾ ഈ സംഖ്യ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അത് ക്രമത്തിൽ മാറ്റമുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ 210നെ അഭാജ്യ ഘടകങ്ങളായിട്ട് എഴുതുമ്പോൾ കിട്ടുന്ന അതേ രീതി തന്നെയാണ് 2 ഇടങ്ങളിൽ നമ്മൾ കാണുന്നത്. ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് ഏത് രീതിയിൽ ഏത് ക്രമത്തിൽ വേണമെങ്കിലും ഘടകക്രിയ ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ 12ൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് 12 പറയുന്നത് ശ്രദ്ധിക്കുക. 16ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് 16ഉം പറയുന്നുണ്ട്. 12ൻ്റെ ഘടകങ്ങൾ 1, 2, 3, 4, 6, 12 കുറേയധികം ഘടകങ്ങൾ അതിനുണ്ട്. 16ന് 1, 2, 4, 8, 16 എന്നിവ 16ൻ്റെ ഘടകങ്ങളാണ്. ഇതിൽ പൊതുവായിട്ടുള്ള സംഖ്യകൾക്ക് ചുറ്റുമാണ് ഞാൻ ചുവന്ന വൃത്തം വരച്ചിരിക്കുന്നത്. നോക്കുക, 2ലുമുള്ള 12ൻ്റെ ഘടകങ്ങളുമാണ് 16ൻ്റെ ഘടകങ്ങളുമാണ്. അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഉറക്കെ പറയാമോ? 1 പറഞ്ഞോളൂ, 2, 4 എന്നിവയാണത്. ആ പൊതുഘടകങ്ങൾ നമുക്ക് 1, 2, 4 എന്നിവ കിട്ടുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ 4ആണ്. അതുകൊണ്ട് 4നെ 12ൻ്റെയും 6ൻ്റെയും വൻ പൊതുഘടകം, നമ്മൾ നേരത്തെ കുഞ്ഞൻ പൊതുഗുണിതത്തെ പറ്റി പഠിച്ചിരുന്നു. അതുപോലെ ഇതൊരു വമ്പൻ പൊതുഘടകമാണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF എന്നാണ് ഇതിനെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 16നെയും 12നെയും അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് നമുക്ക് എഴുതാനറിയാം. ഇങ്ങനെയാണ് 16നെയും 12നെയും അഭാജ്യ സംഖ്യകളെ പൊതു ഘടകങ്ങളായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂട്ടുകാരുള്ളത് ആർക്കൊക്കെയാണ്? 2ന് കൂട്ടുകാരുണ്ട്, മറ്റേ 2ന് കൂട്ടുകാരനുണ്ട്. അപ്പോൾ അതിനെ 2 2കളെ ഗുണിച്ച് കിട്ടുന്നതായിരിക്കും വൻ പൊതുഘടകം. 12ൻ്റെയും 16ൻ്റെയും വൻ പൊതുഘടകം. അപ്പോൾ 16ൻ്റെ ഈ 12നെയും പൊതുവായി വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് അവ ഗുണിച്ച് കിട്ടുന്നതായിരിക്കും അതിൻ്റെ പൊതുഘടകം എന്നാണ് ഇതിൽ മനസ്സിലാക്കിയത്. നമുക്ക് തുടർന്ന് ഇതുപോലുള്ള ചോദ്യങ്ങൾ കണ്ടെത്തി ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതിനെ മനസ്സിലാക്കാവുന്നതാണ്. 24ൽ നമുക്ക് അഭാജ്യ സംഖ്യ 24ൻ്റെയും 18ൻ്റെയുമാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ 24ൽ നമുക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാൻ കഴിയും. ഇനി 18നെ എങ്ങനെ എഴുതുക? 18നെ 9 ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് പൊതുവായി വരുന്ന സംഖ്യകൾക്ക് വട്ടം വരയ്ക്കാം. ഇവിടെ ഏതൊക്കെയാണ് പൊതുവായിട്ട് വരുന്നത്? 2 വരുന്നുണ്ട്. ഇനി എന്താ വരുന്നത്? ഇനി മറ്റൊരു 2 നമുക്ക് വട്ടം വരയ്ക്കാൻ കഴിയുകയില്ല, കാരണം 2ലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു 3ഉമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? 2 ഇൻറ്റു 3 എന്ന് കിട്ടി, 6. അപ്പോൾ 24ൻ്റെയും 18ൻ്റെയും വൻ പൊതുഘടകം ഏതാണ്? 6 ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യാജോഡികളിലെ പൊതുഘടകവും വൻ പൊതുഘടകവും കണ്ടെത്തുമെന്നാണ് പറയുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം. 28ഉം 20ഉം 28ൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? 28 പറയുന്നുണ്ട്. 20ൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് 20 പറയുന്നുണ്ട്. ഇവിടെ 1, 2, 4 എന്നീ സംഖ്യകൾ നമുക്ക് ഈ 20ൻ്റെയും 28ൻ്റെയും പൊതുഘടകങ്ങളാണെന്ന് പറയാം. അതിൽ ഏറ്റവും വലുതായി കാണിക്കുന്നത് എന്താണ്? 4ആണ്. അതുകൊണ്ട് നമുക്ക് വൻ പൊതുഘടകം 4ആണ് എന്ന് പറയാം. ഈ സംഖ്യകളുടെ വൻ പൊതുഘടകം കാണാൻ നേരത്തെ തൊട്ട് മുമ്പ് പരിചയപ്പെട്ട രീതിയും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അഭാജ്യസംഖ്യകളുടെ ഗുണനഫലമായി എഴുതി പൊതുവായി വരുന്ന സംഖ്യകൾക്ക് ചുറ്റും വട്ടം വരച്ച അവയുടെ ഗുണനഫലം കണ്ടെത്തിയും വൻ പൊതുഘടകം കണ്ടെത്താവുന്നതാണ്. നമുക്ക് തുടരാം. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം കൂടി ഇവിടെയുണ്ട്. 36, 45
ഇതിലെല്ലാം ഞാനിവിടെ പരിശോധിക്കുന്നില്ല, ചിലത് മാത്രം നോക്കാം. 36ൻ്റെ ഘടകങ്ങൾ ഇവയൊക്കെയാണ്. 45ൻ്റെ ഘടകങ്ങൾ ഇവയൊക്കെയാണ്. വൻ പൊതുഘടകം നമുക്കറിയാം 9 ആയിരിക്കും. കാരണം ഇവയുടെ പൊതുഘടകങ്ങളിൽ വരുന്ന ഒരു ഏറ്റവും വലിയ സംഖ്യ 9 ആണ് എന്നുള്ളതുകൊണ്ട് വൻ പൊതുഘടകം 9 ആണ്. വീണ്ടും വൻ പൊതുഘടകങ്ങളുടെ 28, 36 എന്ന സംഖ്യകൾ നമുക്ക് നോക്കാം. 1, 2, 4, 7, 14, 28. അപ്പോൾ ഇവിടെ വൻ പൊതുഘടകമായിട്ട് വരുന്നത്, പൊതുഘടകങ്ങൾ വരുന്നത് 1, 2, 4 എന്നിവയാണ്. വൻ പൊതുഘടകമായി വരുന്നത് 4 തന്നെയാണ്. ജോസ് വെളിച്ചെണ്ണ അളന്ന് നൽകുകയാണ്. സിയാദിന് 12 ലിറ്ററും മീരയ്ക്ക് 16 ലിറ്ററും വെളിച്ചെണ്ണ വേണം. ജോസിൻ്റെ കയ്യിൽ എല്ലാ അളവുകൾ അളക്കാൻ കഴിയുന്ന പാത്രങ്ങളുണ്ട്. രണ്ടുപേർക്കും അളന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പാത്രം ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ ജോസും സിയാദും മീരയുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മീര പറയുന്നത് അവൾക്ക് 16 ലിറ്റർ വേണമെന്നാണ്. സിയാദിന് 12 ലിറ്റർ വേണമെന്നാണ് പറയുന്നത്. ജോസ് പറയുകയാണ് 12 ലിറ്റർ അളക്കാൻ കഴിയുന്ന പാത്രങ്ങൾ എന്തൊക്കെയാണ്. 16 ലിറ്റർ അളക്കാൻ കഴിയുന്ന പാത്രങ്ങൾ 1, 2, 4, 8, 16 എന്നിവയാണ്. കാരണം 1 ലിറ്റർ കൊണ്ട് 16 തവണ അളന്നാൽ 16 ലിറ്റർ കിട്ടും. 2 ലിറ്റർ കൊണ്ട് 8 തവണ അളന്നാൽ കിട്ടും. 4 ലിറ്റർ കൊണ്ട് 4 തവണ അളന്നാൽ, 8 ലിറ്റർ കൊണ്ട് 2 തവണ അളന്നാലും, 16 ലിറ്റർ കൊണ്ട് 1 തവണ അളന്നാലും നമുക്ക് 16 ലിറ്റർ കിട്ടും. അതുപോലെ തന്നെ 12 ലിറ്റർ അളക്കാൻ കഴിയുന്ന പാത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സിയാദിനോട് ചോദിക്കുന്നു. അതേതൊക്കെയാണ്? 1, 2, 3, 4, 6, 12 എന്നിവയാണ്. ചുരുക്കി പറഞ്ഞാൽ 16ൻ്റെ ഘടകങ്ങളും അതുപോലെ 12ൻ്റെ ഘടകങ്ങളുമാണ്. രണ്ടും അളക്കാൻ കഴിയുന്നവ ഏതൊക്കെയാണ്? 2 കുട്ടികളുടെയും, അതായത് മീരയുടെയും സിയാദിൻ്റെയും പൊതുവായിട്ട് വരുന്ന പാത്രങ്ങൾ എന്തൊക്കെയാണ്? 1, 2, 4 എന്നിവയാണ്. അപ്പോൾ നമുക്ക് അതിൽ ഏറ്റവും വലുത് 4 ആണെന്ന് പറയാം. അതുകൊണ്ട് 4 ലിറ്റർ പാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് 12ഉം 16ഉം ലിറ്റർ അളക്കാൻ കഴിയുന്ന വലിയ പാത്രം ജോസിൻ്റെ കയ്യിലുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സെമിനാർ, ഇത് അധ്യാപകർക്ക് വേണ്ടിയാണ്. അഭാജ്യ സംഖ്യകളുടെ ചരിത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു സെമിനാർ പേപ്പർ തയ്യാറാക്കി അവതരിപ്പിക്കൂ എന്നുള്ളതാണ്. ഇതിൻ്റെ ചരിത്രം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വിവരങ്ങൾ തരുന്ന കുറച്ച് സ്ലൈഡുകളാണ് ഇവിടെ ഉള്ളത്. അധ്യാപികമാരത് പ്രയോജനപ്പെടുത്തുക. ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാവുന്നതാണ്. എറാസ്തോസിനസിൻ്റെ അരിപ്പ, അതിനെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചില ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ ഗണിതശാസ്ത്രജ്ഞരുടെ ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. യൂക്ലിഡ്, എറാസ്തോസിനസ് മുതലായ ശാസ്ത്രജ്ഞന്മാരാണ് ഇവിടെ, ഗണിതശാസ്ത്രജ്ഞന്മാരാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ, ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. നമ്മൾ പരിചയപ്പെട്ട മാതൃക തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യകളുടെ 5 വീതം ഗുണിതങ്ങൾ എഴുതുക. സംഖ്യാജോഡികളുടെ ചെറുപൊതു ഗുണിതം കണ്ടെത്തുക, ഘടകങ്ങൾ കണ്ടെത്തുക എന്നിവയാണ്. അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാനാണ് ഈ സംഖ്യകളുടെ പൊതുഘടകവും വൻ പൊതുഘടകവും കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു പ്രൊജക്റ്റ് പരിശോധിക്കുകയാണ് നമ്മൾ. വിവിധ സംഖ്യാജോഡികളുടെ ഗുണനഫലവും ചെറുപൊതുഗുണിതവും വൻ പൊതുഘടകവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക. 6ൻ്റെ ഗുണിതങ്ങൾ, 9ൻ്റെ ഗുണിതങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ നമുക്ക് ചെറുപൊതു ഗുണിതം എന്നുള്ളത് നമുക്കിവിടെ വരുന്നത് 18 എൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ 6 പറയുന്നുണ്ട്. 1, 2, 3, 6 എന്നിവയാണ് 9ൻ്റെ ഘടകങ്ങൾ. 1, 3, 9 എന്നിവയാണ്. അപ്പോൾ നമുക്ക് ഈ 3 എന്നതാണ് ഇവിടെ വൻപൊതു ഘടകം. ചെറുപൊതു ഗുണിതം 18 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സംഖ്യകളുടെ ഗുണനഫലം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 6ഉം 9ഉം 54 കിട്ടുക. ചെറുപൊതു ഗുണിതവും വൻപൊതു ഘടകവും ഗുണിക്കുമ്പോൾ, അതായത് 18ഉം 3ഉം കൂടി ഗുണിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക എന്ന് നിങ്ങൾ ആലോചിക്കുക. സംഖ്യകളുടെ ഗുണനഫലം 54, അതായത് 6ഉം 9ഉം കൂടി ഗുണിച്ചപ്പോൾ നമുക്ക് 54 കിട്ടിയത്. ഇനി അവയുടെ ചെറുപൊതു ഗുണിതവും വൻപൊതു ഘടകവും ഗുണിക്കുമ്പോൾ 18 × 3 ഗുണിക്കുമ്പോഴും 54 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത് കൂടുതൽ സംഖ്യകളെടുത്ത് പരിശോധിക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. നമുക്ക് മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ പരിശോധിക്കാം. ദീപുവിന് സമാനമായി കിട്ടിയ കളിപ്പാട്ടത്തിൽ ബൾബുകളെ കുറിച്ചുള്ള ചോദ്യമാണിത്. എത്ര സെക്കൻഡ് ഇടവിട്ടാണ് 3 ബൾബുകളും ഒരേ സമയത്ത് പ്രകാശിക്കുന്നത്? ഇത് പൊതുഗുണിതവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾ ഓരോന്നും കഴിയുമ്പോൾ പോസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. 16നെ അഭാജ്യ സംഖ്യകളാക്കിയപ്പോൾ കിട്ടിയ സംഖ്യകളാണ് ഇതിലുകൾ കൊടുത്തിരിക്കുന്നത്. വിട്ടുപോയവ പൂർത്തീകരിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളവയും പൂർത്തീകരിക്കേണ്ടതാണ്. കായികമേളയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇത്രയും ചോദ്യങ്ങളാണ് ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ യൂണിറ്റ് ഈ ഭാഗത്തോടു കൂടി അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.